കോഴിക്കോട് എരഞ്ഞിപ്പാലം ലോഡ്ജിലെ യുവതിയുടെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായി. ചെന്നൈ ആവടിയിൽ നിന്നാണ് പ്രതി അബ്ദുൾ സനൂപിനെ പോലീസ് പിടികൂടിയത്. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, ഫസീലയുടെ കൊലപാതകത്തിൽ പ്രതി എവിടെ നിന്നാണ് ഇപ്പോൾ പിടികൂടാൻ കഴിഞ്ഞത്? പോലീസ് പറയുന്ന കാര്യങ്ങൾ രാഹുൽ. പ്രതീക്ഷ നടക്കാവ് പോലീസ് 3 ദിവസമായി ഈ പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ചെന്നൈ ആവടിയിൽ വെച്ചാണ് അബ്ദുൾ സനൂഫിനെ പോലീസ് പിടികൂടിയിട്ടുള്ളത്, കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. പ്രതി സംസ്ഥാനം വിട്ടതായി പോലീസിന് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു. കാരണം ഈ ലോഡ്ജിൽ മുറിയെടുക്കുന്നതിന് വേണ്ടി വന്ന സമയത്ത് ഉപയോഗിച്ച കാറ് പാലക്കാട് ഉപേക്ഷിച്ച നിലയിൽ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് പാലക്കാട് വഴി പുറത്തേക്ക് പോയതാകാമെന്നൊരു നിഗമനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് സംസ്ഥാനത്ത് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ചെന്നൈ ആവടിയിൽ വെച്ച് പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ചോദ്യം ചെയ്യുകയാണ്. അത് ഒപ്പം തന്നെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിച്ചതിന് ശേഷം ബാക്കി നടപടികളൊക്കെ തന്നെ പോലീസ് സ്വീകരിക്കുകയും ചെയ്യും. ശ്വാസം മുട്ടിച്ചാണ് പ്രതി മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയെ കൊലപ്പെടുത്തിയിരുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ഞായറാഴ്ച രാത്രി 11 മണിയോടുകൂടി എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുക്കുകയാണ് ഉണ്ടായത്. തിങ്കളാഴ്ച രാത്രിയോടുകൂടി അബ്ദുൾ സനൂഫ് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോയി. പണം എടുത്ത് തിരികെ വരാമെന്നാണ് ഇത് ചോദിച്ച സമയത്ത് ലോഡ്ജിലെ ജീവനക്കാരോട് പറഞ്ഞിരുന്നത്. പക്ഷെ തിരികെ എത്തിയില്ല. പിന്നീട് ചൊവ്വാഴ്ച ചെക്കൗട്ട് സമയം കഴിഞ്ഞിട്ടും ലോഡ്ജിലുള്ള റൂമിലുള്ള ആൾ പുറത്തിറങ്ങാത്തതുകൊണ്ട് ജീവനക്കാർ പരിശോധിക്കുമ്പോഴാണ് റൂം തുറന്ന് പരിശോധിക്കുമ്പോൾ കട്ടിലിൽ ഫസീലയെ മരിച്ച നിലയിൽ കാണുന്നത്. പോലീസിന് സംശയങ്ങളേറെ തന്നെയായിരുന്നു. തുടർന്ന് ഈ അബ്ദുൾ സനൂഫിനെ ഫോണിൽ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ച സമയത്ത് ലോഡ്ജിൽ നൽകിയ നമ്പർ വ്യാജമാണ് എന്നതുൾപ്പെടെ തെളിയുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ അത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ശ്വാസം മുട്ടിച്ചുള്ള കൊലയാണ്. പ്രതിക്ക് വേണ്ടി വാണ്ടഡ് നോട്ടീസ് നേരത്തെ പുറത്തിറക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഊർജിതമായ അന്വേഷണത്തിലാണ് ഏതായാലും ചെന്നൈ ആവടിയിൽ നിന്ന് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭർത്താവുമായി അകന്നതിന് ശേഷമാണ് ഫസീല ഈ പ്രതി അബ്ദുൾ സനൂഫുമായി അടുക്കുന്നത്. നേരത്തെ തന്നെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒറ്റപ്പാലം സ്റ്റേഷനിൽ ഫസീല ഒരു പരാതിയൊക്കെ നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് കോഴിക്കോട്ടേക്ക് വന്നതും ഇവിടെ റൂം എടുത്തതും. ഇങ്ങനെയാണ് ഈ ക്രൂര കൊലപാതകം നടത്തിയത്. ഏതായാലും പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നാണ് ബാക്കി അറസ്റ്റ്, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ശരി, കെ വി രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. ലോഡ്ജ് കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതിയെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നു.